ഏതു രോഗത്തിൽ നിന്നും ശമനം കിട്ടാനുള്ള കുറച്ച് പൊടിക്കൈകൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം. ഒരുപാട് രോഗങ്ങൾ ഇന്ന് മുക്കിന് രോഗങ്ങൾ എന്ന് പറയാൻ എന്ത് ചെയ്യുക, ദിവസവും നമ്മൾ പേര് അറിയാത്ത രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുമില്ല, അതാണ് അവസ്ഥ. എന്നാൽ എത്ര വലിയ രോഗങ്ങളാണെങ്കിലും, ക്യാൻസർ ബാധിച്ചവർ, ട്യൂമർ ബാധിച്ചവർ, മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ള ആളുകൾ, എത്ര പ്രയാസമുണ്ടെങ്കിൽ അതൊക്കെ ശിഫാ ലഭിക്കാനുള്ള ഒരു പരിഹാര മാർഗ്ഗം വിശുദ്ധമായ ഖുർആനിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഖുർആൻ്റെ ചില ആയത്തുകളും സൂറത്തുകളും ഒക്കെ നിരന്തരം ഓതുകയും വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ശമനം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച മഹത്തായ ചില പൊടിക്കൈകൾ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും, വെള്ളത്തിൽ മന്ത്രിച്ചൊക്കെ കുടിക്കാൻ പറ്റുമോ, അങ്ങനെ ചെയ്താൽ അത് ശിർക്കാവൂലേ, കുഫ്രാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ തൂങ്ങുന്ന ആളുകൾ ചിലതുണ്ട്. മഹാന്മാരുടെ ജീവിതത്തിൽ കാണാൻ, സ്വഹാബത്ത് തന്നെ മന്ത്രിച്ചു കൊടുത്തിരുന്നതൊക്കെ ഹദീസുകളെമ്പാടും കാണാൻ കഴിയും. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അവർക്ക് ആ ചെയ്തത് ഷിർക്കാണെന്നോ കുഫ്രാണെന്നോ ഉള്ള ഒരു അറിവില്ലായിരുന്നുവെങ്കിൽ നമുക്കിപ്പോൾ അതറിയേണ്ട ആവശ്യമില്ലല്ലോ. മഹാന്മാരുടെ ജീവിതത്തിൽ അവർ ചെയ്തിരുന്ന മഹത്തായ കർമ്മം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഇടങ്ങേറുകൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, രോഗങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത്, വിശുദ്ധ ഖുർആനിൽ അതിനുള്ള മരുന്ന് ഏതാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, പ്രയാസത്തിൽ കഴിയുന്ന ആളുകളിലേക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കാം. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളെ, രോഗങ്ങളെയൊക്കെ അള്ളാഹു ഷിഫാ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നവരുണ്ട്. മാതാപിതാക്കൾ രോഗം കൊണ്ട് കഴിയുന്നവർ, അതുപോലെ മക്കളുടെ വിഷയം പറഞ്ഞവർ, കൂടെ ജീവിക്കുന്ന ഇണകളുടെ വിഷയം പറഞ്ഞവർ, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടുക, ജീവിതത്തിലെ റാഹത്ത് ലഭിക്കുക, ആരോഗ്യം നിലനിന്ന് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയ ആവശ്യമുള്ള സംഗതിയാണ്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സംഗതിയാണ്. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതിയാണ്, അല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വലിയ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സംഗതിയാണ് നിഅമത്താനി അദീമത്താൻ. അങ്ങനെ പറഞ്ഞത്, നിഅമത്താനി അദീമത്താൻ, ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾ. എത്രയോ അനുഗ്രഹങ്ങൾ മനുഷ്യന് ചെയ്തു തന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ രണ്ട് അനുഗ്രഹങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ട് അസ്സിഹത്തു വൽ ഫറാഗ് എന്ന് പറഞ്ഞു. നബി പറഞ്ഞ ഒന്നാമത്തെ വലിയ അനുഗ്രഹം അസ്സിഹത്തു, ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട വലിയ നിഅമത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യമൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ഇന്ന് കണ്ടുപിടിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത രോഗം വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾക്കുള്ളൊരു പ്രതിവിധി നമ്മുടെ കയ്യിൽ വേണമല്ലോ. അള്ളാഹു എന്ത് രോഗത്തെയും ഇവിടെ ദുനിയാവിലേക്ക് പടച്ചുവിട്ട് ഏത് രോഗത്തെയും മരുന്നില്ലാതെ പടച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാം. ഏത് രോഗത്തെ അള്ളാഹു പടയ്ക്കുന്നുണ്ടോ അതിന് മരുന്നോട് കൂടിയിട്ടാണ് പടച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ അടുക്കൽ ഇതിനുള്ള പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമാകുന്ന മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വാക്ക് ശബ്ദം ശ്രവിക്കുന്ന ആരൊക്കെ രോഗമുള്ളവരുണ്ടോ അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു പരിഹാരമാകാം, നല്ലൊരു മരുന്ന് പറഞ്ഞുതരാം. 2-3 മരുന്നുകൾ ഇൻഷാ അല്ലാഹ് പറയാം. 2-3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് പറഞ്ഞുതരാം. ഇഖ്റ സൂറത്തുൽ ഹംദ് ഓതണം. സൂറത്തുൽ ഹംദ് ഏതാ? ഫാത്തിഹ സൂറത്ത്. അൽഹംദു എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഫാത്തിഹ സൂറത്ത് ഓതണം. 40 മറത്തൻ, എത്ര തവണ? 40 തവണ. അലാ ഖദഹി മാഇൻ, ഒരു വെള്ളപ്പാത്രത്തിൽ, വെള്ളത്തിൻ്റെ ഒരു പാത്രത്തിൽ എന്ത് ചെയ്യണം? ഓതണം. അതിനുശേഷം വറശഹു അലൽ മരീദ്, രോഗിയായി കഴിയുന്ന, ഇനി സ്വന്തം രോഗിയായി കഴിയുന്ന ആളാണ് ഇത് ഓതുന്നതെങ്കിൽ അയാളുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ആളുടെ ശരീരത്തിലേക്കോ ഈ വെള്ളം എന്ത് ചെയ്യുക? കുടഞ്ഞു കൊടുക്കുക, കോരി ഒഴിക്കുക എന്നല്ല. രോഗിയായി കിടക്കുന്ന വല്യപ്പാടെ തലയിലേക്ക് വെള്ളം കോരി ഒഴിക്കുക എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫാ നൽകുന്നതാണെന്ന്. അള്ളാഹു ആ രോഗത്തിൽ നിന്നും ആ വ്യക്തിക്ക് എന്ത് ചെയ്യും? ഷിഫാ നൽകുന്നതാണ്. അതുമാത്രവുമല്ല, ഇനി ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരിലേക്കാണ് ഇത് അളിക്കുന്നത് എങ്കിൽ, ആ കൂട്ടത്തിൽ എടുത്തു പറയുന്നത്, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്കാണ് ഇത് പ്രയോഗിക്കുന്നത് എങ്കിൽ അവരുടെ ദാരിദ്ര്യം നീങ്ങിക്കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. ദാരിദ്ര്യം എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കും.
ആ വ്യക്തിയുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ നീങ്ങാൻ അത് കാരണമായി തീരുമെന്ന്. സൂറത്തുൽ ഫാത്തിഹ 40 തവണ ഓതാം. ഇനി രണ്ടാമത്തെ മറ്റൊരു മാർഗ്ഗം കാണാം. മൻ ഖറഅ മിഅത്ത ആയത്തിൻ മിൻ അയ്യിൽ ഖുർആൻ, ഖുർആനിലെ ഏതെങ്കിലും ഒരു 100 ആയത്തുകൾ, ഇന്ന ആയത്തുകളൊന്നുമില്ല, ഇന്ന സൂറത്ത് എന്നുമില്ല, മറിച്ച് ഖുർആനിലെ 100 ആയത്തുകൾ. അപ്പോൾ ഖുർആൻ ഓതാൻ അറിയുന്ന, ഖുർആൻ കുറച്ചേ അറിയുന്നവർ അവർക്കൊക്കെ ഉപയോഗിക്കാം. എന്ത് ചെയ്യുക, ഖുർആൻ കുറച്ചേ ചെറിയ ചെറിയ സൂറത്തേ അറിയുള്ളൂ, മതി. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിൽ 4 ആയത്തുകളുണ്ട്. ഒരാൾ അത് ഓതിക്കഴിഞ്ഞാൽ 4 ആയത്തുകളായി. അത് 4 എന്ത് ചെയ്യുക, ആ സൂറത്ത് തന്നെ ഇങ്ങനെ മടക്കി ഓതിക്കഴിഞ്ഞാൽ അത് തന്നെ ആയി. അത്യാവശ്യം 100 എന്ത് ചെയ്യുക ആയത്ത് അങ്ങനെ ഒപ്പിച്ചാൽ മതി. ഖുർആനിലെ ഏതെങ്കിലും ഒരു 100 ആയത്തുകൾ, ഇനി ഒന്നും അറിയത്തില്ല, ബിസ്മി മാത്രമേ അറിയത്തുള്ളൂ ഒരാൾക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ആ ബിസ്മി തന്നെ 100 വട്ടം ആവർത്തിച്ച് ഓതിയാൽ മതി. ഖുർആൻ്റെ ആയത്താണ് എന്നുള്ള നിയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാൽ മതി. ഖുർആൻ്റെ ഏതെങ്കിലും ഒരു 100 ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്തു. അതിനുശേഷം സുമ്മ ഖാല 7 മറാത്തിൻ, 7 തവണ, ഇതിനുശേഷം ഈ ആയത്തോതിന് ശേഷം 7 തവണ ഈ പറയാൻ പോകുന്ന ദുആ കൂടെ പറയണം. എന്താ പറയേണ്ടത്? യാ അല്ലാഹു ഫലൗ ദഅ അല സഖൂരി ഫലഖിഹ. ആരെങ്കിലും ഒരാൾ ഈ ദുആ കൂടെ 7 തവണ ഈ 100 ആയത്തുകൾക്ക് ശേഷം ചേർത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് രോഗമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രോഗം അള്ളാഹു ഷിഫാ നൽകുന്നതാണ് എന്ന്, ആ രോഗത്തിൽ നിന്നും അള്ളാഹു ശമനം കൊടുക്കുന്നതാണ്. രണ്ടാമത്തെ മാർഗ്ഗം അതാണ്. മൂന്നാമതായി കാണാം, ആരെങ്കിലും ഒരാൾ ഇനി വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, ശാരീരികമായ വേദന, ബുദ്ധിമുട്ടുകൾ അങ്ങനെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, ഇനി മാനസികമായ വേദന ഉള്ളവരാണെങ്കിലും ശരി, സൂറത്തുൽ അൻആം പാരായണം ചെയ്യാം. ഫഖറ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ദുആ ഇരുന്നാൽ ആ വേദനയ്ക്ക് അള്ളാഹു ശമനം നൽകുന്നതാണ്. സൂറത്തുൽ അൻആമിൻ്റെ ആ ഒരു പവർ, മഹത്വം പറയുന്നിടത്ത് ഈ ഒരു റിപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. സൂറത്തുൽ അൻആം ഓതിയാൽ ശാരീരിക വേദനകളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുന്നതാണ് എന്ന്. നാലാമത്തെ മറ്റൊരു മാർഗ്ഗം കാണുന്നത്, ആരെങ്കിലും ഒരാൾ ഈ എന്തെങ്കിലും ഒരു കുടുക്കിൽപ്പെട്ടുപോയി, എന്തെങ്കിലും ഒരു പ്രയാസത്തിൽപ്പെട്ടുപോയി, അതിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന്, ശാരീരികമായ ഇടങ്ങേറാകട്ടെ, മാനസികമായ ഇടങ്ങേറാകട്ടെ, ഇനി സാമ്പത്തികമായ ഇടങ്ങേറാണെങ്കിലും ശരി, അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ചില ആയത്തുകളും സൂറത്തുകളും പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് സൂറത്തുൽ ഹംദ്, അതായത് ഫാത്തിഹ സൂറത്ത്, 2 ആയത്തുൽ കുർസി, മൂന്നാമത് വിശുദ്ധ ഖുർആനിലെ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം. ഈ ഒരു ആയത്ത് സൂറത്ത് ആലി ഇമ്രാനിലെ 18ാമത്തെ ആയത്താണ് ഷഹിദല്ലാഹു. ഇത് അതുപോലെ അതിന് ശേഷം ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ആലി ഇമ്രാനിലെ 26ാമത്തെ ആയത്താണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് ശേഷം എന്ത് ചെയ്യാം, സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ ഏതാ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ. സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് കേട്ടോ, തൗഹീദ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ശേഷം വ ആയത്തു അവ്വലുൽ ഹദീദ്, സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ, തുടക്കത്തിലുള്ള 3 ആയത്തുകൾ കേട്ടോ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹക്കീം ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം തുടങ്ങിയ സൂറത്തുൽ ഹദീദിൻ്റെ ആദ്യത്തെ 3 ആയത്തുകൾ. വ ആയാത്തു ആഖിരിൽ ഹശ്രി, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ആയത്തുകൾ, ലൗ അൻസൽന തുടങ്ങുന്ന ആയത്തുകൾ. ഈ ആയത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, നിരന്തരം നിത്യമായി പാരായണം ചെയ്യും, പറഞ്ഞ ആയത്തുകളൊക്കെ ആരെങ്കിലും ഒരാൾ നിത്യമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അയാളുടെ വന്നുപോയ ബുദ്ധിമുട്ടുകൾ, ശാരീരിക, മാനസിക, സാമ്പത്തിക ഇടങ്ങേറുകളൊക്കെ അല്ലാഹു നീക്കി കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ ആയത്തുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കുകയോ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഓതുന്ന സമയത്ത് അത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് കേട്ട് നോക്കിയിട്ട് ഓതിയാൽ മതി. അല്ലാഹു എല്ലാ വിഷയത്തിനും പരിഹാരം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ, മാരക രോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെയൊക്കെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ ആമീൻ പറയണം. അല്ലാഹു ആ ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ രോഗികൾക്കും അല്ലാഹു പരിപൂർണ്ണ ഷിഫാ, ആജിലായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചെയ്തു വെക്കുക. കാരണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകൾ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതൊക്കെ നമ്മൾക്കുമായി ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ കാരണമായി തീരും. അല്ലാഹു ഇരു ലോകത്തും ഉപകരിക്കുന്ന നല്ല ബന്ധം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.